അവൾ ക്ലാസിന്റെ അവസാന ബെഞ്ചിലെ ജനൽക്കരികിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു നിശബ്ദ പ്രവാഹമായിരുന്നു. അവനാകട്ടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്ലാസ് ഹീറോയും ഒന്നിനും കൊള്ളാത്തവളെന്ന് സ്വയം കരുതിയിരുന്ന അവളുടെ ലോകത്തേക്ക് അവൻ പെയ്തിറങ്ങിയത് ഒരു മധുരമുള്ള നോവായിട്ടായിരുന്നു. അവർക്കിടയിൽ വാക്കുകൾ കുറവായിരുന്നെങ്കിലും മൗനത്തിന് പ്രണയത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു. ഉച്ചഭക്ഷണ സമയത്ത് ക്ലാസിന്റെ ഒരു കോണിലിരുന്ന് അവൾ ചോറുണ്ണുമ്പോൾ കൂട്ടുകാർക്കിടയിൽ ഇരുന്ന് അവൻ ഇടയ്ക്കിടെ അവളുടെ നേർക്ക് നോക്കുമായിരുന്നു. ആ നോട്ടം കാണുമ്പോൾ അവളുടെ തൊണ്ടയിൽ ചോരുള ഉടയ്ക്കും, ഹൃദയം പാതി വഴി നിലച്ചു പോകും. പൈപ്പിൽ നിന്നും തെറിക്കുന്ന ജലകണങ്ങൾ അവിടെ മുഖത്ത് വീഴുമ്പോൾ തന്റെ ഷർട്ടിന്റെ കൈകൊണ്ട് അതൊന്ന് തുടച്ചു തരാൻ അവന് തോന്നുമായിരുന്നു. അവൾ പാത്രം കഴുകി തീരുന്നത് വരെ അവൻ അവിടെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു നിൽക്കുമായിരുന്നു. അതുപോലെയായിരുന്നു ലൈബ്രറിയിലെ ആ വൈകുന്നേരങ്ങൾ. പുസ്തകങ്ങളുടെ മണമുള്ള ആ നിശബ്ദതയിൽ ഷെൽഫുകൾക്കിടയിലൂടെ അവൾ ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആ ഷെൽഫിന്റെ മറുപുറത്ത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്ന അവനെ അവൾ കാണുമായിരുന്നു. സാർ പഠിപ്പിക്കുന്ന സമയത്ത് അവൾ അവനെ നോക്കുമ്പോഴെല്ലാം അവനും തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കും. അവൻ എന്ത് ചെയ്യാൻ പറഞ്ഞാലും അവൾ അത് സന്തോഷത്തോടെ അനുസരിക്കുമായിരുന്നു. എന്നാൽ ആ കൗമാരത്തിന്റെ പക്വതക്കുറവും ക്ലാസ് ഹീറോ എന്ന അഹങ്കാരവും അവന്റെ മനസ്സിനെ വല്ലാതെ ഭരിച്ചിരുന്നു. അവൾ തന്നോട് വന്ന് സംസാരിക്കാത്തത് അവളുടെ തലക്കനമാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. അവളിൽ ചെറിയൊരു അസൂയയും സങ്കടവും ഉണ്ടാക്കി തന്റെ മുന്നിലേക്ക് എത്തിക്കാൻ അവൻ ഒരു കള്ളനാടകം കളിച്ചു. ഒരു ദിവസം ക്ലാസ്സിലെ ഏറ്റവും ആക്റ്റീവായ പെൺകുട്ടിയോട് അവൾ കേൾക്കെ അവൻ പറഞ്ഞു, എനിക്ക് തൊട്ടടുത്ത ക്ലാസ്സിലെ ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, നീ അതൊന്ന് സെറ്റാക്കി തരുമോ? അവൾ ശ്രദ്ധിക്കുന്നത് അവൻ ഒളികണ്ണാൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കള്ളം അവളുടെ ഹൃദയം തകർക്കുമെന്ന് അവൻ കരുതിയില്ല. അവളുടെ മൗനം അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അതിന്റെ അടുത്ത ഘട്ടമെന്നോണം ഒരു ദിവസം സാർ ക്ലാസ് നിയന്ത്രിക്കാൻ അവനെ ഏൽപ്പിച്ചപ്പോൾ പേന ചോദിക്കാൻ തിരിഞ്ഞ അവളെ നോക്കി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ ബുദ്ധിജിയോട് സംസാരിക്കരുതെന്ന് പറ, സംസാരിച്ചാൽ ഞാൻ പേരെഴുതും. ക്ലാസ് ഒന്നടങ്കം ചിരിച്ചപ്പോൾ അവൾ തല താഴ്ത്തി കരഞ്ഞു. തന്റെ പ്ലാൻ വിജയിച്ചു. അവൾ ഇനി തന്നോട് വഴക്കിടാൻ വരുമെന്ന് അവൻ കരുതി. എന്നാൽ അപമാനിതയായ അവൾ അവനെ തന്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇറക്കിവിട്ടു. പിന്നീട് അവൾ അവനെ നോക്കിയതേയില്ല. പുസ്തകങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ മാറ്റി അവൾ അവനിൽ നിന്നും പൂർണ്ണമായും അകന്നു. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതോടെ അവർ രണ്ടു വഴിക്കായി. അവനെ മറക്കാൻ അവൾ പഠനത്തെ കൂട്ടുപിടിച്ചു. കഠിനമായി പരിശ്രമിച്ച് അവൾ നല്ലൊരു ജോലി നേടി. ഒരു സാധാരണ കുടുംബജീവിതം ആഗ്രഹിച്ച അവൾക്ക് അനുയോജ്യനായ ഒരു ആലോചന വന്നപ്പോൾ അവൾ വിവാഹിതയായി. അതോടെ അവളുടെ ലോകം ഭർത്താവും പിന്നീട് ജനിച്ച മകനുമായി മാറി. എങ്കിലും മനസ്സിന്റെ ഏതോ ഒരു കോണിൽ അവൻ നൽകിയ ആ പഴയ മുറിവ് ഒരു വിങ്ങലായി അവശേഷിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു മനോഹരമായ വൈകുന്നേരത്ത് നടന്ന ഗെറ്റ് ടുഗദറിലാണ് അവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. പഴയ ഒതുങ്ങിക്കൂടിയ പെൺകുട്ടിയിൽ നിന്നും ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയായി അവൾ മാറിയിരുന്നു. എല്ലാവരും വിവാഹത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഗൗരവമായി സംസാരിക്കുന്നതിനിടയിൽ അവൻ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ പഴയ ആ പ്രസരിപ്പില്ലായിരുന്നു. പകരം എന്തോ ഒരു നഷ്ടബോധം നിഴലിച്ചിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് ആർദ്രമായി നോക്കി അവൻ പറഞ്ഞു, അറിയാമോ, പഠിക്കുന്ന സമയത്ത് എനിക്ക് നിന്നെ അത്രയധികം ഇഷ്ടമായിരുന്നു. നീ ഒരു ലൈബ്രറിയിൽ ഇരിക്കുമ്പോഴും പൈപ്പിന് ചുവട്ടിൽ നിൽക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ നിന്നെ മാത്രമാണ് തിരഞ്ഞിരുന്നത്. പക്ഷെ നീ എന്നോട് സംസാരിക്കാത്തത് നിന്റെ അഹങ്കാരമാണെന്ന് ഞാൻ കരുതി. നിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അന്ന് കള്ളം പറഞ്ഞത്. നീയൊന്ന് ദേഷ്യപ്പെടാൻ വേണ്ടിയാണ് അന്ന് ക്ലാസ്സിൽ വെച്ച് ബുദ്ധിജീവി എന്ന് വിളിച്ച് അപമാനിച്ചതും. എൻ്റെ പക്വതക്കേട് കൊണ്ട് ഞാൻ ചെയ്തതൊക്കെ നിന്നെ എന്നിൽ നിന്നും ഇത്രയധികം അകറ്റുമെന്ന് ഞാൻ കരുതിയതേയില്ല. അവൻ്റെ ആ വാക്കുകൾ കേട്ടതും അവളുടെ ഉള്ളിൽ വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന ആ പഴയ പ്രണയം ഒരു പ്രളയം പോലെ ഇരമ്പി വന്നു. അന്ന് പൈപ്പിൻ ചുവട്ടിലും ലൈബ്രറിയിലും വെച്ച് തനിക്ക് തോന്നിയ പ്രതീക്ഷകളെല്ലാം വെറുതെ ആയിരുന്നില്ല എന്നും അവൻ്റെ മനസ്സിലും തനിക്കായി തുടിക്കുകയായിരുന്നു എന്നും തിരിച്ചറിഞ്ഞ ആ നിമിഷം അവളുടെ മനസ്സിൻ്റെ ഏറ്റവും ആഴങ്ങളിൽ ചെന്നു തട്ടി. പക്ഷേ കാലം ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. അവിടെ വിരലുകളിൽ തൂങ്ങി നിൽക്കുന്ന അവളുടെ കുഞ്ഞും കാത്തിരിക്കുന്ന ഭർത്താവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും കാലം ഉള്ളിൽ ചുമന്ന ആ വലിയ പ്രണയം അവൾ അവനോട് തുറന്നു പറഞ്ഞതേയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയെങ്കിലും ആ കണ്ണീര് അവൻ കാണാതിരിക്കാൻ അവൾ മുകളിലേക്ക് നോക്കി. എന്നിട്ടൊരു നേർത്ത പുഞ്ചിരിയോടെ അവൻ കേൾക്കാതെ ഒരു ദീർഘശ്വാസമെടുത്ത് അവൾ തൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അവൾ അകന്നു പോകുന്നത് നോക്കി നിന്നുകൊണ്ട് അവൻ തൻ്റെ സുഹൃത്തുക്കളോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എനിക്കറിയാം അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന്. പക്ഷേ അന്ന് അത് തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. എൻ്റെ ഈഗോ കാരണം ഞാൻ തന്നെ അവളെ തള്ളി പറഞ്ഞു.
ഇന്ന് അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് നടന്നു കയറുമ്പോൾ എൻ്റെ ആ പഴയ മണ്ടത്തരങ്ങളെ ഓർത്ത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ കണ്ണു നിറയുന്നത്. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ മനസ്സ് പഴയ ആ സ്കൂൾ ക്ലാസ് മുറിയിലായിരുന്നു. അവൾ ഉള്ളിൽ ചിന്തിച്ചു, അവൻ അന്ന് എൻ്റെ ഹൃദയം പറഞ്ഞത് സത്യമായിരുന്നു. നീ എന്നെ പ്രണയിച്ചിരുന്നു. എൻ്റെ ആ വലിയ ഇഷ്ടം നീ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നോർത്ത് ഞാൻ ഒരുപാട് രാത്രികൾ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നീ ഇത് തുറന്നു പറയുമ്പോൾ കാലം നമുക്കായി കരുതി വെച്ചത് വിരഹം മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന ഈ ഒറ്റ തിരിച്ചറിവ് മാത്രം മതി എനിക്കിനി ബാക്കി ജീവിതം ജീവിച്ചു തീർക്കാൻ. ആ ഓർമ്മകളുടെ മധുരം മാത്രം മതി എൻ്റെ ഈ ജന്മത്തിന്. പെയ്യാതെ പോയ ആ പഴയ പ്രണയമയുടെ ഓർമ്മകൾ രണ്ടുപേരുടെയും കണ്ണുകളിൽ നനവായി പെയ്തുകൊണ്ടേയിരുന്നു. അവൾ തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങി, അവൻ അവളുടെ പഴയ ഓർമ്മകളിലേക്കും.